നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തുപറ്റി മാഡം? രാജു, എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തണം. രാജുന്റെ ബൈക്കിൽ എന്നെ ഒന്നും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? അതിനെന്താ മാഡം? നിന്റെ ആ ആഗ്രഹം മനസ്സിലിരിക്കത്തെ ഓൾറെഡി. നീ എന്റെ രാജുവിന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് എനിക്കൊന്ന് കാണണം. ഇത് കുടിക്ക് കുടിക്ക്. ശരിയായോ? മതി, കഴിക്ക. മോളെ, ആ ഫാനൊന്നിടുവോ? മോള് വേർക്കുന്നുണ്ട്. AC-യിൽ ശീലിച്ചു വളർന്ന കുട്ടിയല്ലേ. സാരല്ല. എന്തൊക്കെ കുടിച്ചാലും ഈ വേദന മാറും തോന്നുന്നില്ല. ഹലോ ഡോക്ടർ, ഞാനാ ദീപക്. ഡോക്ടർ, ഞാൻ കുറച്ചധികം എരിവ് കഴിച്ചുപോയി. എന്റെ വയറാകെ എരിഞ്ഞു പുകയുക. ഡോക്ടർ, ഒന്ന് വീട് വരെ വരണം. എത്രയും വേഗം വരണേ ഡോക്ടർ. ശരി ശരി. അമ്മ, ഈ കറി കൂടി കൊടുക്ക. ഇതെന്തൊരു സ്വാദ. രാജു പറഞ്ഞത് സത്യ. രാധമ്മയുടെ കൈപ്പുണ്യം ഉഗ്രം തന്നെ. ശരിക്കും അമൃത പോലെ ഉണ്ട്. മതിയടി, ഇനി നീ പുകഴ്ത്തി പൊക്കിയ രാധമ്മയുടെ തല ഭിത്തിയിലിടിക്കും. എന്താ മാഡം ചിരിക്കുന്ന? അത് ഞാൻ പിന്നെ പറയാം രാജു. തൽക്കാലം കിട്ടേണ്ടവന് കണക്കിൽ കൂടുതൽ കിട്ടിയെന്ന് മനസ്സിലാക്കിക്കോളൂ. ഈ വേദന ഉടനെങ്ങാനും കുറയോ ഡോക്ടർ? കുറഞ്ഞോളും. പെയിൻ കുറയാനുള്ള ഇഞ്ചക്ഷനാണ് തന്നിരിക്കുന്നത്. ഉടനെ ആശ്വാസം ഉണ്ടാവും. ഞാൻ തന്ന ടാബ്ലറ്റ് 2 ദിവസം കൊണ്ട് കഴിച്ചോളൂ. താങ്ക് യു ഡോക്ടർ. എങ്കിൽ ശരി. ഇപ്പൊ ചെറിയൊരു ആശ്വാസമുണ്ട്. ഞാൻ രാജുവിനെതിരെ തിരിഞ്ഞതിന് ആ ഋത്തിക്ക് എനിക്കിട്ട് തന്ന പണിയാത്. അവളെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ പണികൾ ഓരോന്നായി അവള് തന്നുകൊണ്ടേയിരിക്കും. അവളിവിടെ ഇല്ല. കാറിൽ പോയത് അവളായിരിക്കണം. അപ്പൊ അവള് പോയിരിക്കുന്നത് രാജുവിന്റെ വീട്ടിലേക്ക് തന്നെ ആവണം. ദൈവമേ, ഋതുചേച്ചി റൂമിലില്ലാന്ന് ദീപകേട്ടന് അറിയും. എല്ലാം കുളമാവും. ദീപകേട്ടൻ ചേച്ചി ഇവിടെ ഇല്ലാന്ന് വല്യച്ഛനെ അറിയിക്കും. അത് വലിയ പ്രശ്നമാവും. വേഗം ചേച്ചി ഫോൺ ചെയ്ത് വിവരം അറിയിക്കാം. ഹലോ അപ്പു. ചേച്ചി, ചേച്ചി എത്രയും വേഗം ഇവിടെ എത്തണം. ആകെ കുഴപ്പമായി. എന്തോ ചെപ്പു? ചേച്ചി മുറിയിലില്ലാന്ന് ദീപകേട്ടന് മനസ്സിലായി.
വല്യച്ഛനെ ദീപക്കേട്ടൻ ഉറപ്പായിട്ടും ചേച്ചി ഇവിടെ ഇല്ലാന്ന് അറിയിക്കും. എത്രയും വേഗം ചേച്ചി ഇവിടെ എത്തണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എന്തുപറ്റി മാഡം? രാജു, എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തണം. രാജുന്റെ ബൈക്കിൽ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? അതിനെന്താ മാഡം? നിന്റെ ആ ആഗ്രഹം മനസ്സിലിരിക്കത്തേ ഉള്ളടി. നീ എന്റെ രാജുവിന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് എനിക്കൊന്ന് കാണണം. ഇരിക്കേ, എന്ത് തിരക്കാണെങ്കിലും ഇത് മുഴുവൻ കഴിച്ചിട്ട് പോയാ മതി. ദാ വെള്ളം കുടിക്കേ. രാധമ്മേ, ഞാൻ ഇറങ്ങാണേ. ആ കുടിക്ക, ഇനി കഴിക്കേ. എടി റിതികെ, നിനക്ക് എന്റെ രാജുവിന്റെ കൂടെ ബൈക്കിൽ പോണം അല്ലേ? അത് രാത്രിയില് ശരിയാക്കി തരാം. എടി മന്ത്രിയുടെ മോളെ, ഇനി നീ എന്റെ രാജുവിന്റെ കൂടെ എങ്ങനെ ബൈക്കിൽ പോകുന്ന എനിക്കൊന്ന് കാണണം. ഋതിക ഇവിടെ ഇല്ലെന്ന് അമ്മാവനോട് ചെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ഋതിക വീട്ടിലില്ലെന്ന കാര്യം ഞാൻ അമ്മാവനോട് പറയുന്നതിലും നല്ലത് അമ്മ അമ്മാവനോട് പറയുന്നതാണ്. രാധമേ, എനിക്ക് ഒരുപാട് സന്തോഷായി. ശരിക്കുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ ഇന്നാണ് കണ്ടതും അനുഭവിച്ചതും. ഇത്രയും സ്നേഹമുള്ളൊരു കുടുംബം ഇവൾക്കുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കിവളോട് അസൂയ തോന്നുന്നു. ശരിക്കും ഈ വീടൊരു സ്വർഗമാണ്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ മോളെ. തീർച്ചയായിട്ടും വരും രാധമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.